അന്താരാഷ്ട്ര യാത്രക്കാർക്കുള്ള അപേക്ഷാ പ്രക്രിയയിൽ 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഡിജിറ്റൽ വിസ അപേക്ഷാ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ് ജർമ്മനി. അപേക്ഷാ പ്രക്രിയയിലുണ്ടാകുന്ന കാലതാമസം ഒഴിവാക്കി ലളിതമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പുതിയ ഡിജിറ്റൽ വിസ അപേക്ഷാ സംവിധാനം പുറത്തിറക്കിയത്. കോൺസുലാർ സർവീസസ് പോർട്ടൽ പരമ്പരാഗത പേപ്പർ ആപ്ലിക്കേഷനുകളെ മാറ്റിസ്ഥാപിക്കുകയാണ് ഇതുവഴി. ഇത് ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ജർമ്മൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നത് എളുപ്പവും വേഗതയുള്ളതുമാക്കുന്നു. 164 ജർമ്മൻ എംബസികളിലും കോൺസുലേറ്റുകളിലും വിസ പ്രോസസ്സിംഗ് കാര്യക്ഷമമാക്കുന്നതാണ് ഈയൊരു പുതിയ സംവിധാനം. കൂടാതെ പേപ്പർ അടിസ്ഥാനമാക്കിയുള്ള വിസ അപേക്ഷകളുടെ ആവശ്യകത ഇല്ലാതാക്കുകയാണ് കോൺസുലാർ സർവീസ് പോർട്ടൽ ലക്ഷ്യമിടുന്നത്. മുന്നേ അപേക്ഷകർ ദൈർഘ്യമേറിയ ഫോമുകളും മെയിൽ ഡോക്യുമെന്റുകളും പൂരിപ്പിക്കുകയും ഇതിനുള്ള അംഗീകാരത്തിനായി ആഴ്ചകളോ ചിലപ്പോൾ മാസങ്ങളോ കാത്തിരിക്കേണ്ടി വരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ പ്രക്രിയയും ഡിജിറ്റലായതിനാൽ എളുപ്പമാവുകയാണ്. കൂടാതെ വിനോദസഞ്ചാരം, ജോലി, പഠനം, കുടുംബ പുനരേകീകരണം എന്നിങ്ങനെയുള്ള 28 വ്യത്യസ്ത തരത്തിലുള്ള വിസകൾക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നതുൾപ്പെടെ കൂടുതൽ കാര്യക്ഷമമായ പ്രക്രിയയ്ക്കായി ഓൺലൈൻ പോർട്ടൽ അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. വിസയ്ക്ക് അപേക്ഷ നൽകുന്നത് എളുപ്പമാക്കുന്നതിനാണ് പുതിയ പോർട്ടൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ജർമ്മനിയുമായി വിസ ഒഴിവാക്കൽ കരാറുകളില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഇത് റിപ്പോർട്ട് ചെയ്തതെന്ന് ട്രാവൽ വിസ് വ്യക്തമാക്കി. വിശാലമായ ശ്രേണിയിലുള്ള അപേക്ഷകർക്ക് ഈ ഒരു പ്രക്രിയ ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് വിസ നേടുന്നതിനുള്ള സമയവും ചെലവും കുറയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക് പോർട്ടലിന്റെ പ്രവർത്തനത്തെ പ്രശംസിച്ചുകൊണ്ട് യഥാർത്ഥ ഭരണവിപ്ലവം എന്നാണ് വിശേഷിപ്പിച്ചത്. രാജ്യം പ്രതിവർഷം അഭിമുഖീകരിക്കുന്ന 4 ലക്ഷം തൊഴിലാളികളുടെ കുറവ് നികത്താൻ വിദഗ്ധ തൊഴിലാളികളെ ആകർഷിക്കാനുള്ള ജർമ്മനിയുടെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ മാറ്റമെന്നും അവർ പറഞ്ഞു. പുതിയ പോർട്ടലിലൂടെ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനുള്ള നടപടിക്രമം ലളിതമാക്കാനായി 3 പ്രധാന ഘടകങ്ങളാണ് ഉൾപ്പെടുന്നത്. നമ്പർ 1, ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കൽ. അപേക്ഷകർ ഒരു ഓൺലൈൻ ഫോം പൂരിപ്പിച്ച് പാസ്പോർട്ട് സ്കാനുകൾ, യോഗ്യതയുള്ള തെളിവുകൾ, മറ്റ് ആവശ്യമായ ഫയലുകൾ തുടങ്ങിയ ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രക്രിയ ആരംഭിക്കുന്നത്. നമ്പർ 2, പ്രാഥമിക അവലോകനം. ആദ്യഘട്ടം കഴിഞ്ഞാൽ ജർമ്മൻ ഉദ്യോഗസ്ഥർ അപേക്ഷ ഓൺലൈനായി അവലോകനം ചെയ്യും. കൂടാതെ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ അവർ പോർട്ടൽ വഴി അപേക്ഷകനെ ബന്ധപ്പെടുകയും ചെയ്തേക്കാം. നമ്പർ 3, വ്യക്തിഗത അപ്പോയിൻമെന്റ്. അപേക്ഷാ അവലോകനം കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ അപ്പോയിൻമെന്റിനായി അപേക്ഷകനെ ജർമ്മൻ കോൺസുലേറ്ററിലേക്കോ എംബസിയിലേക്കോ ക്ഷണിക്കും. തുടർന്ന് ഐഡന്റിറ്റി സ്ഥിരീകരണത്തിനും വിരലടയാളങ്ങളും ഫോട്ടോഗ്രാഫുകളും പോലുള്ള ബയോമെട്രിക് ഡാറ്റ ശേഖരണത്തിനും ഈ ഒരു അപ്പോയിൻമെന്റ് ആവശ്യമാണ്. കൂടാതെ അപേക്ഷകർക്ക് ഏതുതരം വിസ വേണമെന്ന് നിർണ്ണയിക്കാൻ സഹായിക്കുന്നതിന് വിസ നാവിഗേറ്റർ ടൂളും പോർട്ടലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള 167 ജർമ്മൻ എംബസികളിലും കോൺസുലേറ്ററുകളിലും ഡിജിറ്റൽ വിസ അപേക്ഷാ സംവിധാനം ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ വിസ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നതിനായി എടുക്കുന്ന സമയം ഇത് ഗണ്യമായി കുറക്കുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. ജർമ്മനി വിസയിൽ മാത്രമല്ല ബെർലിൻ, ഹാംബർഗ്, ബവേറിയ തുടങ്ങിയ നഗരങ്ങളിൽ റെസിഡൻസ് പെർമിറ്റിനും സ്വദേശവൽക്കരണത്തിനുമായി രാജ്യം ഇതിനകം ഓൺലൈൻ സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ മേഖലകളിലേക്ക് ഡിജിറ്റൽ മാറ്റങ്ങൾ വിപുലീകരിക്കുന്നതിന് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പോർട്ടൽ വ്യക്തിഗത ആപ്ലിക്കേഷനുകളെ മാത്രമേ പിന്തുണയ്ക്കുന്നുള്ളൂ. എന്നാൽ ഭാവിയിലെ അപ്ഡേറ്റുകൾ കുടുംബ, ഗ്രൂപ്പ് ആപ്ലിക്കേഷനുകൾക്കും അംഗീകൃത പ്രതിനിധികളിൽ നിന്നുള്ള ആപ്ലിക്കേഷനുകൾക്കും അനുവദിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അതേസമയം ഒരു ടൂറിസ്റ്റ്, സ്റ്റുഡന്റ്, വർക്ക് വിസ എന്നിവയ്ക്ക് അപേക്ഷിച്ചാലും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ജർമ്മനി സന്ദർശിക്കുന്നത് എളുപ്പമാകുന്നതിനാണ് ഈ ഒരു സംവിധാനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ മാറ്റം ജർമ്മനിയുടെ ആഗോള ആകർഷണം വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ വിദഗ്ധ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും വിനോദസഞ്ചാരികളെയും ആകർഷിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജർമ്മൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.